നിങ്ങൾ എത്രമാത്രമാണ് അറിവുകൾ ലോകത്ത് പറയപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത്, എത്രമാത്രം വാളിന്റെ സദസ്സുകളാണ്, എത്രമാത്രം യൂട്യൂബ് ചാനലിൽ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്നു, എത്രയെല്ലാം വാളുകൾ ആളുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഉപകാരപ്പെടുന്നില്ലല്ലോ. കോളേജുകൾക്കൂടെ കുറവില്ല, ദർസുകൾക്ക് കുറവില്ല, പണ്ഡിതന്മാർക്ക് കുറവില്ല, ഖത്തീബുമാർ, മുദരിസുമാർ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ എത്രയോ നിറഞ്ഞു കിടക്കുകയാണ്. ഒന്നും കുറവില്ലല്ലോ. നാൾക്ക് നാൾ എണ്ണം വർദ്ധിക്കുകയാണ്. കോളേജുകളുടെയും ദർസുകളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ഡിതന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമുദായത്തിന്റെ അവസ്ഥയോ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയോ നാൾക്ക് നാൾ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ഡിതന്മാരിൽ പോലും മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മഅദല്ലാഹ്. എന്തുകൊണ്ടാണത്? അറിവുകൾ മുമ്പത്തേതിനേക്കാളും കൂടുതൽ ഇന്നല്ലേ ലോകത്ത് ഏറ്റവും സുലഭമായിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികളായ വല്യപ്പമാർ, നമ്മുടെ മുൻഗാമികൾ കേൾക്കാത്തതാണ്. അവർക്കൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ അറിവൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓതിപ്പടിക്കാൻ മദ്രസകളിൽ തുച്ഛമായ ശമ്പളം പോലും ഉണ്ടായിരുന്നില്ല. തുച്ഛമായ രീതിയിൽ ഉള്ള മൊല്ലാക്കന്മാരോ ചെറിയ ചെറിയ ആളുകളൊക്കെ കുറഞ്ഞെന്തെങ്കിലുമൊക്കെ 10 കിതാബെന്നോ അല്ലെങ്കിൽ കുറച്ച് ഖുർആനൊക്കെ അത്രേ അവർക്ക് അറിയുള്ളൂ. വലിയ ഇൽമിന്റെ സദസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ ഇൽമുകളുടെ സദസ്സുകൾ ഉണ്ടാവും.